ഓസ്ട്രേലിയയിലോട്ട് പോകാൻ പറ്റത്തില്ല. എന്നാൽ കൺസൾട്ടൻസി പറഞ്ഞു ന്യൂസിലൻഡ് വഴി ഫ്യൂച്ചറിൽ ഓസ്ട്രേലിയയിലോട്ട് പോകാമെന്ന് പറഞ്ഞു. യൂണിവേഴ്സിറ്റി ഓഫ് ഒട്ടാഗോയിൽ മാസ്റ്റർ ഓഫ് നഴ്സിംഗ് സയൻസിന് എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ജീവിതം കെട്ടിപ്പടുത്താൻ വേണ്ടിയാണ് ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത്. പക്ഷേ ജീവൻ തിരിച്ചു കിട്ടിയ സാക്ഷ്യമാണ് ഞങ്ങളിവിടെ പറയാൻ പോകുന്നത്. ഒക്ടോബർ 22 2023 മിഡ് നൈറ്റ് 12 മണിക്ക് ഇടത് കാലിലെ മുട്ടിന് തൊട്ട് താഴെ കലശലായ വേദന. കോമ സ്റ്റേജിൽ കിട്ടിയാൽ പോലും ഞാൻ നോക്കിക്കോളാം, എങ്ങനെയെങ്കിലും എനിക്ക് അവളെ തിരിച്ചു തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. ഡോക്ടർ അവിടെ ചെന്നപ്പോൾ പറഞ്ഞത് 7 ദിവസമുള്ളൂ എന്ന് പറഞ്ഞ ആളാണ് 1.5 വർഷത്തിന് ശേഷം മാതാവിനോട് നന്ദി പറയാൻ വന്നിരിക്കുകയാണ് ഇവിടെ. എൻ്റെ പേര് ജിൻസ, ഹസ്ബൻഡ് സിജോ. ഞങ്ങളുടെ ഒരേ ഒരു മകനാണ് റാഷോൺ. റാഷോൺ എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്, ദൈവ കൃപയാൽ എന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 ഫെബ്രുവരി 13 അതിനിടയായ സാഹചര്യം എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ എൻ്റെ ഈ പ്രായത്തിലുള്ള പിള്ളേർ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ചേച്ചി പുറത്തായതുകൊണ്ട് അവളോടുള്ള അറ്റാച്ച്മെൻറ്റ് അമ്മയേക്കാൾ കൂടുതലായതുകൊണ്ട് ചേച്ചിയുടെ അടുത്തോട്ട് പോകാനായിട്ട് 2022 മുതൽ ഞാൻ കഷ്ടപ്പെടുകയാണ്. വളരെയധികം എക്സാമുകൾ എഴുതി. PTE എക്സാം, അത് IELTS-ന് തത്തുല്യമായ എക്സാമാണ്. 3-4 തവണ എഴുതി. പല യൂണിവേഴ്സിറ്റീസിലും കൊടുത്തു. ചില യൂണിവേഴ്സിറ്റീസ് അപ്പാടെ തന്നെ റിജക്റ്റ് ചെയ്തു. ഫൈനലി ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമുക്ക് നല്ല രീതിയിൽ അപ്രോച്ച് കിട്ടി. 2022 അവസാന മാസങ്ങളിലാണ് ഈ നടക്കുന്നത്. നാട്ടുകാരറിഞ്ഞു, വീട്ടുകാരറിഞ്ഞു, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല. ചിലർ ചോദിച്ചു എന്നാണ് ടിക്കറ്റ് കിട്ടുന്നത്, മറ്റുള്ളവർ ചോദിച്ചു എന്നാണ് പോകുന്നത്, പോവാനായല്ലോ എന്ന്. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഡിസംബർ 29 എനിക്ക് റിജക്ഷൻ വന്നു. അതിനുശേഷം പല യൂണിവേഴ്സിറ്റീസിലും ഞാൻ ഓസ്ട്രേലിയയിൽ അപ്രോച്ച് ചെയ്തു. പടപടേന്ന് റിജക്ഷൻ മെയിൽസാണ് വരുന്നത്. ഞാൻ തകർന്നു, മാനസികമായി തകർന്നു. ഒരു തരത്തിലും എനിക്ക് ആ സാഡ്നെസ്സിൽ നിന്ന് കയറിപ്പോരാൻ പറ്റുന്നില്ല. ഗ്രാജുവലി വീടിൻ്റെ അകത്തെ റൂമിൽ നിന്നും പുറത്തിറങ്ങുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ബ്രഷ് ചെയ്യുന്നില്ല, ആരോടും അറ്റാച്ച്മെൻ്റ് ഇല്ല, കംപ്ലീറ്റ്ലി ഡിപ്രസ്ഡ്. ആ സ്റ്റേജിൽ നിന്നും ഹസ്ബൻഡും ഞങ്ങളെല്ലാവരും കൂടെ ആസ്റ്റർ മെഡ്സിറ്റിയിലെ സൈക്യാട്രിസ്റ്റിനെ കണ്ടു. എൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. മാസങ്ങളെടുത്തു. പതിയെ ഗ്രാജുവലി 2023 ഞാൻ സ്റ്റേബിളായി തുടങ്ങി. ആ സമയത്താണ് ഡിപ്രഷൻ, ആ സിറ്റുവേഷനിലാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻ സിസ്റ്ററായ ലിയ, അവൾ ഹസ്ബൻഡിന് കൃപാസന മാതാവിൻ്റെ വീഡിയോ അയച്ചു കൊടുത്തു. ഹസ്ബൻഡ് അതിനു മുന്നേ ട്രോൾ വീഡിയോസാണ് കണ്ടിട്ടുള്ളത്. പല കമൻസും മറ്റുള്ളവരോട് നമ്മുടെ ഫാമിലിയിൽ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പോയിൻ്റ് ഓഫ് ടൈമിൽ ലിയമോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് മാതാവ് ഇടപെടും എന്നുള്ള രീതിയിൽ നമ്മളോട് പറഞ്ഞപ്പോൾ ആ നിമിഷം, ആ ദിവസത്തിൽ കാക്കനാടുള്ള എൻ്റെ വീട്ടിൽ നിന്ന് ആലപ്പുഴയിലേക്ക് ഞാൻ ബസ് കയറി. ഞാൻ ഒറ്റയ്ക്കാണ്, കാരണം എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. ആ സമയത്ത് ഇവിടെ 3rd ബാച്ചിൽ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് 3rd ബാച്ചിൽ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കാൻ പറ്റി. ഉടമ്പടിയിലായി. വണ്ടർഫുൾ എക്സ്പീരിയൻസസ് ആണ് ലൈഫിൽ വരുന്നത്. ഞാൻ എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓങ്കോളജിയിലെ ഫീമെയിൽ ക്യാൻസർ പേഷ്യൻസിൻ്റെ അടുത്ത് പോയി. പിങ്ക് കളറുള്ള ഡ്രസ്സാണ് അവിടെ. ആർക്കും ആരോടും ഒരു അപ്രോച്ച് ഇല്ല. വളരെ സാഡ്നെസ് ആയിട്ടുള്ള ഒരു വാർഡ്. അവിടെ കയറി ആർക്കാണോ ഹെൽപ്പ് വേണ്ടതെന്ന് നോക്കി അവരെ ഹെൽപ്പ് ചെയ്തു, കുളിപ്പിച്ചു, നഖമടക്കം വെട്ടിക്കൊടുത്തു. ചളിഞ്ഞ നഖങ്ങൾ അതെല്ലാം ക്ലീൻ ചെയ്തു. മാതാവാണ് എൻ്റെ മുമ്പിൽ എന്നുള്ളത് പൂർണ്ണമായ വിശ്വാസത്തോടെ, തമ്പുരാൻ്റെ അമ്മയാണെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഓരോ സ്ത്രീകളെയും ഞാൻ പരിചരിച്ചു. കൃപാസന പത്രം ഞാൻ കാക്കനാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് കൊടുത്തു. ചിലരെന്നെ റിജക്റ്റ് ചെയ്തു, വേറെ പണിയില്ലേന്ന് വിചാരിച്ചിട്ട്. എനിക്കൊരു കുഴപ്പമുണ്ടായില്ല, കാരണം സ്വർഗത്തിൽ എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഓരോ കോയിനും ആ റിജക്ഷൻസിലൂടെ കയറുന്നുണ്ടെന്നുള്ളത് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു.
ദെൻ നെക്സ്റ്റ് ഇയർ 2023 മാർച്ച് ഓൺവേർഡ്സ്, മാർച്ചിൽ ഞാൻ ആദ്യമായി ഉടമ്പടി പുതുക്കി. ഉടമ്പടി പുതുക്കിയതിൻ്റെ ഭാഗമായിട്ട് ഓസ്ട്രേലിയയിലോട്ട് പോകാൻ പറ്റത്തില്ല, എന്നാൽ കൺസൾട്ടൻസി പറഞ്ഞു ന്യൂസിലൻഡ് വഴി ഫ്യൂച്ചറിൽ ഓസ്ട്രേലിയയിലോട്ട് പോകാമെന്ന് പറഞ്ഞു. ന്യൂസിലാൻഡ് പ്രോസസ്സ് നടന്നു. അവിടുത്തെ യൂണിവേഴ്സിറ്റി ഓഫ് ഒട്ടാഗോയിൽ മാസ്റ്റർ ഓഫ് നഴ്സിംഗ് സയൻസിന് എനിക്ക് ഓഫർ ലെറ്റർ വന്നു. അതിൻ്റെ വിസ പ്രോസസ്സിങ്ങിലേക്കായി. വിസ പ്രോസസ്സിങ്ങിന് അപ്രോച്ച് ചെയ്ത് 2ാമത്തെ ദിവസം ഞായറാഴ്ചയാണ്, ഒക്ടോബർ 22 2023 മിഡ് നൈറ്റ് 12 മണിക്ക് ഇടത് കാലിലെ മുട്ടിന് തൊട്ട് താഴെ കലശലായ വേദന, എനിക്ക് സഹിക്കാൻ പറ്റാവുന്നതിൽ കൂടുതലായ വേദന. പതിയെ കോപ്പപ്പ് ചെയ്തു. 2 മണിയായി, 4 മണിയായി, 4:30 ആയപ്പോഴേക്കും ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. കാലുവേദനയ്ക്ക് ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമോ? അത് വലിയ കാര്യമില്ലല്ലോ, കയ്യിലുള്ള പാരസെറ്റാമോളോ മെഫ്താളും മറ്റോ കഴിച്ചാൽ പോരേ എന്നുള്ളതായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹത്താൽ അതിന് തൊട്ട് ഒരു 5 ദിവസത്തിന് മുന്നേ എൻ്റെ മെഡിസിൻ ബോക്സ് എല്ലാം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പറഞ്ഞ പെയിൻ കില്ലേഴ്സ് ഒന്നും കിട്ടുന്ന ഒരു സോഴ്സും ഇല്ല. ഹസ്ബൻഡ് പറയുന്നത് നമ്മുടെ വീടിന് 5 കിലോമീറ്റർ അപ്പുറത്തുള്ള കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന്. നമ്മൾ റെഡിയായി നിൽക്കുന്ന സമയമാണ്. എനിക്ക് ഡ്രസ്സ് മാറാൻ പോലും വയ്യ, എൻ്റെ കാല് വേദനയായിട്ട്. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയമായി. ഉടമ്പടിയിലായിരിക്കുന്ന ഞാൻ നീല തിരി കത്തിച്ച് കുക്ക് നിൽക്കുന്നത് പോലെ ഇടതുകാല് പിടിച്ചു നിന്നു, കരഞ്ഞു പറഞ്ഞു മാതാവ് എന്താണെന്നറിയത്തില്ല, നാളിതുവരെ ഞാൻ ഇത്രയും തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചിട്ടില്ല. കണ്ണുനീരോടെ ആ പ്രാർത്ഥന ചൊല്ലി. നിങ്ങൾ വിശ്വസിക്കോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല, ചൈതന്യത്തിലായിരിക്കുന്നവർക്ക് മാത്രം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. 3 പ്രാവശ്യം അശരീരി പോലെ MOACMC കോലഞ്ചേരിയിൽ ഒരു ഹോസ്പിറ്റലാണ്, നമ്മുടെ വീട്ടിൽ നിന്നും 15 കിലോമീറ്റർ അപ്പുറത്താണ്. അങ്ങോട്ട് പോയോണ്ടാൽ മതി എന്ന് അശരീരി കേൾക്കുകയാണ്. ഞാൻ സിജോനോട് പറഞ്ഞു, സിജോ കോപ്പറേറ്റീവിലോട്ട് എനിക്ക് പോകണ്ട, MOACയിലോട്ട് പോയാണ്ടോ മതി എന്ന് പറഞ്ഞു. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അദ്ദേഹം നമ്മളെയും കൊണ്ട് എളുപ്പം തന്നെ പോവുകയാണ്. പോണ വഴിയൊക്കെ എനിക്ക് കാലുവേദന, ചെറിയ ചെറിയ ജോക്കിങ്സ് വരേക്കും കാലുവേദന കൂടിക്കൂടി വരികയാണ്. വേഗം തന്നെ കാഷ്വാലിറ്റിയിൽ കയറ്റി ഗ്രീൻ സോണിലാണ് ഞാൻ കിടക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഓർത്തോ ഡോക്ടേഴ്സ് എല്ലാം വന്ന് വേഗം കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. എക്സ്റേസ് എടുത്തു, ഒരു കുഴപ്പമില്ല. ആ സമയത്ത് എൻ്റെ മുന്നിലൂടെ ഒരു ഡോക്ടർ ഇങ്ങനെ പാസ് ചെയ്യാണ്, ഫ്രണ്ടിൽ കൂടെ. അദ്ദേഹത്തിന് വലിയൊരു ഡിവൈനിറ്റി ഞാൻ കണ്ടു. എന്നെ നോക്കിക്കൊണ്ടിരുന്ന ഓർത്തോ ഡോക്ടേഴ്സ് ഫയല് ക്ലോസ് ചെയ്ത് എന്നെ ഡിസ്ചാർജ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് മൂവ് ചെയ്യുന്ന ആ സമയം ഞാൻ നേരത്തെ കണ്ട ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ജോബിൻ എന്നാണ്. ഡോക്ടർ ജോബിൻ ആക്ച്വലി റെഡ് സോണിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാഷ്വാലിറ്റിയിൽ വരുന്ന കേസുകൾ അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടർ ഒരു കാര്യമില്ലാണ്ട് ഗ്രീൻ സോണിൽ വന്ന് എൻ്റെ ഫയൽ എടുക്കുകയാണ്. എൻ്റെ ഫയൽ എടുത്തിട്ട് എന്ത് പറ്റിയതാണ് ഡീറ്റെയിൽസ് നോക്കി, തട്ടിയോ മുട്ടിയോ, എഗെയിൻ അടുത്ത എക്സ്റേ നോക്കി, ഒരു കുഴപ്പമില്ല. ആ സമയം ഡോക്ടർ ജോബിൻ എന്നോട് പറയാണ് നമുക്കൊരു ബ്ലഡ് കൗണ്ട് ചെയ്ത് നോക്കിയാലോ എന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, കാരണം 1 മാസം മുന്നേ ഞാൻ ചെയ്തിരിക്കണു, എല്ലാം നോർമലാണ്, ഒരാവശ്യമില്ല, എനിക്ക് ജോലിക്ക് പോകണം, സൺഡേ ഡ്യൂട്ടി ഉണ്ട്, എത്രയും പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞു. 2ാമത്തെ പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തു, 3ാമത്തെ പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തു, അതെല്ലാം ഞാൻ നെഗ്ലക്റ്റ് ചെയ്യുകയാണ്. ഫൈനലി 4ാമത്തെ പ്രാവശ്യം ഞാൻ ഓക്കെ 10 മിനിറ്റിനകം റിസൾട്ട് വരും എന്നുള്ള രീതിയിൽ നിന്നു. കാരണം ഞാനും ഒരു മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റാണ്. അതുകൊണ്ട് ലാബിലെ കാര്യങ്ങളെല്ലാം എത്രത്തോളം എങ്ങനെയാണ്, എന്താണ് ടെസ്റ്റുകൾ എന്നെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. സാമ്പിൾ എടുത്തു, 10 മിനിറ്റ് കൊണ്ട് റിപ്പോർട്ട് വരും എന്ന് പറഞ്ഞത് 5 മിനിറ്റ് ആയപ്പോഴേക്കും ഒരു സീനിയർ സ്റ്റാഫ് കാഷ്വാലിറ്റിയിലെ ഡോക്ടർ ജോബിൻ്റെ അടുത്തേക്ക് പാഞ്ഞു തരികയാണ്. എൻ്റെ പേര് പറയുന്നുണ്ട്, റിസൾട്ട്സിൻ്റെ വിസ്പറിങ് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആക്ച്വലി നമ്മൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാകും എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത്. എഗെയിൻ ഡോക്ടർ വന്നു, റിപ്പീറ്റ് സാമ്പിൾ എടുക്കണമെന്ന് പറഞ്ഞു. റിപ്പീറ്റ് സാമ്പിൾ എടുക്കണു. ആ നേഴ്സിൻ്റെ കൈ കിടന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് വന്ന് ഫുൾ ഹിസ്റ്ററി ചോദിക്കുന്നു, ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫാമിലിയിലുണ്ടോ എന്നുള്ളതെല്ലാം ചോദിക്കണു. എന്നെ ഫുൾ ചെക്കപ്പ് ചെയ്യാണ്, ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യാണ്, വേറൊരു കുഴപ്പമില്ല എനിക്ക്. അങ്ങനെ ഇരിക്കെ ഹസ്ബൻഡും മകനും പുറത്ത് വെയിറ്റിംഗ് ആണ്.
അകത്ത് റിപ്പീറ്റ് എടുത്തതോ ഈ പാനിക് ആവുന്നതോ ഒന്നും എനിക്കറിയത്തില്ല. ഡോക്ടേഴ്സ് എന്താണ് ഡീൽ ചെയ്യുന്നുള്ളത് നമുക്കും വ്യക്തമായിട്ടറിയില്ല. പക്ഷേ മനസ്സ് കിടന്ന് പെടയാണ്. കൊച്ചുണ്ട് പുറത്ത്, എന്താണ് നടക്കണേന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. പക്ഷേ സംതിങ് ഈസ് റോങ് എന്നുള്ളത് എൻ്റെ മനസ്സ് കിടന്ന് പറയാണ്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന ഇതൊരു സിനിമാറ്റിക് എഫക്റ്റാണോ, ഡ്രാമയാണോ, ഇത് ആക്ച്വലി നടക്കുന്നതാണോ എന്നുള്ളതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, ജീവിതം കെട്ടിപ്പടുത്താൻ വേണ്ടിയാണ് ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത്. പക്ഷേ ജീവൻ തിരിച്ചു കിട്ടിയ സാക്ഷ്യമാണ് ഞങ്ങളിവിടെ പറയാൻ പോകുന്നത്. ഡോക്ടർ ജോബിൻ എന്നെ ജിൻസയുടെ ഹസ്ബൻഡ് ആരാണെന്ന് ചോദിച്ച് ഞാൻ പതുക്കെ കൈപൊക്കി ഞാനും എൻ്റെ കൊച്ചും കൂടി അകത്തേക്ക് കയറി ചെന്നു. ഡോക്ടർ ചോദിച്ചു, ജിൻസയുടെ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ ഡൗട്ട് തോന്നിയിട്ടാണ് ഒന്നും കൂടി ചെക്ക് ചെയ്യണത്. അപ്പോൾ കണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ജിൻസയുടെ കൗണ്ട് 1,39,000 ഉണ്ട്. അപ്പോൾ എനിക്കറിയില്ല ഇത് എത്രയാണ് ഇത് പാടുള്ളൂ. അപ്പോൾ 1,39,000 കൗണ്ട് ബ്ലഡ് കൗണ്ടാണ് പറയുന്നത്. അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു എത്രയാണ് ഡോക്ടർ പാടുള്ളൂ. 10,000-ന് മേലെ പാടില്ല. 10,000-ന് മേലെ എന്ന് പറയുമ്പോൾ 1,00,000 എന്ന് പറയുമ്പോൾ എത്രയോ ഇരട്ടിയാണെന്ന് മനസ്സിലായി. ഇപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടറെ അവളുടെ കാല് വല്ലതും മുറിച്ച് കളയേണ്ടി വരുമോ, അത് വല്ലതുമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അങ്ങനെയല്ല, ഇത് ബ്ലഡ് ക്യാൻസറിലേക്കുള്ള സാധ്യതയാണ് കാണുന്നതെന്ന് പറഞ്ഞു. ഞെട്ടിപ്പോയി. കുറച്ച് ദിവസങ്ങൾക്ക് വിസയുടെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും വലിയ ഉയർച്ചയെന്നാണ് വീഴ്ച വരാൻ പോകുന്നത്. കൃപാസനത്തിൽ ഉടമ്പടിയുണ്ട്. മാതാവേ കാത്തോളണേ എന്ന് പറഞ്ഞ് കൈ വറച്ചുകൊണ്ട് ഡോക്ടറിന് മുമ്പിൽ കൈകൂപ്പി പറഞ്ഞ്, ഡോക്ടർ സത്യമായിട്ട് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാവോ ഡോക്ടർ പ്ലീസ്. ഡോക്ടർ പറഞ്ഞു, അല്ല ചെക്ക് ചെയ്തിരുന്നു. എനിക്ക് ഇവൾക്ക് ആകെയുള്ള ഒരു സിസ്റ്ററാണ്, അവർ ഓസ്ട്രേലിയയിലാണ്. ആ സിസ്റ്ററെ വിളിച്ചിട്ട് ഇനി എനിക്കത് പറയണം. പക്ഷേ അവരെ ഞാൻ ആദ്യം കോൾ ചെയ്തു. പക്ഷേ സിസ്റ്ററുടെ ഇത് കേൾക്കുമ്പോൾ എത്രമാത്രം ഷോക്കായിരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ചേട്ടനെ വിളിച്ചു, സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിനെ. പുള്ളിനെ വിളിച്ചപ്പോഴത്തേക്കും അദ്ദേഹം സ്പീക്കറിലാണ് ഫോൺ ഇട്ടത്. ചേച്ചിയും ചേട്ടനും കേൾക്കാവുന്ന രീതിയിൽ ഫോൺ ഇട്ടിട്ട് ഞാൻ ഡോക്ടറിന് കൊടുത്തു. ഡോക്ടർ വേഗം ബ്ലഡ് കൗണ്ട് ഇങ്ങനെയാണ്, ഇത്തരം സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് കരച്ചിലായി. ഇവളിതൊന്നും അറിയുന്നില്ല, തൊട്ടപ്പുറത്ത് ഒരു ബെഡിൽ കിടപ്പുണ്ട്. പക്ഷേ ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്ത ഒരു പെണ്ണാണ്. അതുകൊണ്ട് തന്നെ ഇവളോടുള്ള ചോദ്യങ്ങളും ആ റൂട്ടൊക്കെ പറയുമ്പോൾ തന്നെ അവൾക്ക് പിടികിട്ടും. ഞാൻ ചെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു, പേഷ്യൻ്റ് ഇത് അറിയണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ഞാനത് ഒതുക്കി പിടിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. അടുത്ത് ചെന്നപ്പോഴത്തേക്കും തന്നെ അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞിരുന്നു. അവൾക്ക് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ കണ്ടു. പതുക്കെ അവൾ എങ്ങനെയോ ഡോക്ടർമാരുടെ ചോദ്യത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലായി. അവളപ്പം തന്നെ കരഞ്ഞ് മുഖംപൊത്തി കരഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. കുതി തീരാത്തൊരു പെൺകുട്ടി അവളുടെ 35-ാമത്തെ വയസ്സിൽ ഇങ്ങനെ ആവുന്നതിനെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കാം ഞങ്ങൾ 3 പേരും കരഞ്ഞുപോയി. അവിടെ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവൾ പറഞ്ഞു, എത്രയും പെട്ടെന്ന് നമുക്ക് ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് പോകാം, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ മാറിയെന്ന് പ്രാർത്ഥിച്ചു മാതാവിനോട്. മാതാവ് അവൾ ഉടമ്പടിയിലാണ്. കോമ സ്റ്റേജിൽ കിട്ടിയാൽ പോലും ഞാൻ നോക്കിക്കോളാം, എങ്ങനെയെങ്കിലും എനിക്ക് അവളെ തിരിച്ചു തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. ഉടനെ അവിടുന്ന് അവൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് സത്യമാണോ എന്നറിയാൻ വേണ്ടി ഇവൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് അവൾ ഒന്നും കൂടി നോക്കി. എൻ്റെ കൊച്ചിനെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയാക്കി, എൻ്റെ അമ്മച്ചിയുടെ അപ്പച്ചൻ്റെ അടുത്തും കൊണ്ടുപോയാക്കി. എന്നിട്ട് അവരോട് ഞങ്ങൾ ഇതൊന്നും പറഞ്ഞില്ല, ക്യാൻസറിൻ്റെ ഒക്കെ ഇതാണോ കാര്യമാണെന്നും പറഞ്ഞ് കാലുവേദനയായിട്ട് തിരുവനന്തപുരം വരെ പോവുകയാണെന്ന് പറഞ്ഞു. നേരെ തിരുവനന്തപുരം പോകാനുള്ള പ്ലാൻ ചെയ്തു. ഡോക്ടർ അവ സമയത്ത് ഡിപ്രഷൻ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ആ മരുന്നിന് ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു സ്റ്റേജിലായി ഡോക്ടർ, നമ്മൾ ഇനി അങ്ങോട്ട് പോവുകയാണ്, ഡിപ്രഷൻ മരുന്നൊക്കെ കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്നറിയാനൊക്കെ ചോദിക്കാൻ വേണ്ടി ചെന്നു. ഡോക്ടർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് RCCയിലേക്ക് പോവുക, ബെഡ് കിട്ടാൻ ഇത്തിരി പാടായിരിക്കും, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടറിന് ഞങ്ങൾ യാത്രയാക്കി. പക്ഷേ വീട്ടിൽ വന്നിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ട്രെയിൻ ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു വണ്ടി ബസ് ഒന്നും നമുക്ക് ഐഡിയയും കിട്ടുന്നില്ല. കൈയും കാലും വിറച്ചിട്ട് പാടില്ല. പതുക്കെ വെളുപ്പിനെ 3 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ അറിയാതെ ഉറങ്ങിപ്പോയി. ഞങ്ങളെപ്പോഴോ ഉറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് 3 മണിയൊക്കെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിലൊരു വണ്ടിയുണ്ട്, കാറുണ്ട്, അതിനകത്തേക്ക് എല്ലാ സാധനങ്ങളും എടുത്തിട്ട് RCCയിലേക്ക് പോകാം, നമുക്കൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവളെയും കൂട്ടിക്കൊണ്ട് വെളുപ്പിന് 3 മണിക്ക് പള്ളിക്കരയിൽ നിന്ന് ഇറങ്ങിയതാണ്. അവിടുന്ന് ആ പോകുന്ന വഴിക്കൊക്കെ പ്രാർത്ഥനയാണ്. എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ച എൻ്റെ കസിൻ സിസ്റ്റർ
ഒരുപാട് വീഡിയോ അയച്ചു തന്നു, കൃപാസനത്തിലെ വീഡിയോ, ഒരുപാട് ആൾക്കാരുടെ ക്യാൻസർ ഭേദമാക്കിയ മാതാവിൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നത് ഇത് ആശ്വാസം അതുമാത്രമായിരുന്നു. ഞങ്ങളിവിടെ വന്നിറങ്ങി ഈ റോട്ടിലിൻ്റെ മുമ്പിൽ കൂടിയാണ് തിരുവനന്തപുരം RCCയിലേക്ക് പോകേണ്ടത്. ഇവിടെ വന്നിറങ്ങി ഈ സ്ഥലത്ത് വന്ന് ഈ ഏരിയയിൽ വന്ന് ഇവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഞാൻ ഈ ഇടതുവശത്തെ ഫസ്റ്റ് സ്റ്റെപ്സിൻ്റെ അവിടെ വന്നിട്ട് മുട്ടുകുത്തി കമിഴ്ന്ന് കിടന്നു. കിടന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് കൊച്ചുണ്ട്, ഒറ്റ ഒരാളാണ്, ചെറുതാണ്, ഞാൻ പപ്പിയല്ലാണ്ട് വളർന്നുകൊണ്ട് ഇഷ്ടംപോലെ ഇൻസെക്യൂരിറ്റീസ് എൻ്റെ ലൈഫിലുണ്ട്. ആ ഇൻസെക്യൂരിറ്റീസ് അവന് വരാനായിട്ടിടയാകരുത്. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാൻ സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. കംപ്ലീറ്റ് ഞാൻ മാതാവിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ RCCയിലോട്ട് ഇറങ്ങുന്നത്. ആ സമയം ഞാൻ ഇതിൻ്റെ പുറയിൽ ഞാനൊന്ന് പ്രാർത്ഥിച്ചത്, അവളെ എനിക്ക് തിരിച്ചു തരണേ, ഇനി അങ്ങോട്ട് ജോലിയില്ല. കാരണം അവൾക്ക് ഫാദറില്ല, 5 വയസ്സുള്ളപ്പോൾ ഫാദർ മരിച്ചു പോയതാണ്. അമ്മ ന്യൂറോ പേഷ്യൻ്റാണ്. ബൈസ്റ്റാൻഡറായിട്ട് ഇനി ഞാനാണ് നിൽക്കേണ്ടത്, അവളുടെ ഒപ്പം നിൽക്കേണ്ടത്. ഇനി മുതൽ ജോലിയില്ല, ലോണുണ്ട്, ഇനി എൻ്റെ കയ്യിലുള്ള ഒരു കാറുണ്ട്, അത് വിറ്റിട്ട് വേണം ഇവളെ ചികിത്സിക്കാൻ. പൈസ ബാക്കി കാര്യങ്ങളൊക്കെ എന്താവും, ലൈഫ് ഇവിടുന്ന് ട്വിസ്റ്റ് ആവുകയാണ്. മാതാവേ, ഇനി എന്തായി തീരുമെന്നറിയില്ല. കമിഴ്ന്ന് കിടന്നൊരു ഉമ്മയും കൊടുത്ത് ഈ ഭൂമിക്ക് ഒരു ഉമ്മയും കൊടുത്തിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര ചെയ്തു. നേരെ RCCയിലേക്കാണ്. ഭൂജവപ്പിൻ്റെ ഹോളിഡേ ആയതുകൊണ്ട് ഡോക്ടറില്ല പിറ്റേ ദിവസം. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസമാണ് ഡോക്ടറെ കാണാനിടയായത്. ഡോക്ടർ പറഞ്ഞു, ഇയാളുടെ സിറ്റുവേഷൻ വളരെ മോശമാണ്, പ്ലേറ്റ്ലെറ്റ് വളരെ കുറവാണ്, എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം ചികിത്സ, പക്ഷേ ബെഡില്ല. മാത്രമല്ല 7 ദിവസത്തിൽ കൂടുതൽ നിൽക്കാൻ സാധ്യതയില്ലാത്ത കേസായിട്ടാണ് ഇതിരിക്കുന്നത്. 7 ദിവസത്തെ ഇത് മാത്രമേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളൂ. അത്രയും കണ്ടീഷൻ മോശമാണ്. ഡോക്ടർ അങ്ങനെ പറഞ്ഞതോടെ കൈയും കാലും പറിച്ചു. ഇവൾക്ക് ഞാൻ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചു, എങ്ങനെയെങ്കിലും ബെഡ് കിട്ടണേ ദൈവമേ, ബെഡ് റെഡിയാക്കണേ എന്ന് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അസിസ്റ്റൻറ്റ് ഡോക്ടർ ഒരു കൂട്ടരോട് ചെന്ന് പറഞ്ഞതാണ്. പിന്നീട് ഞങ്ങൾ അറിഞ്ഞത്, ആ നിൽക്കുന്ന ഫാമിലിയെ കണ്ടോ, ആ പെൺകുട്ടി ഒരാഴ്ചയേ ഉണ്ടാവുള്ളൂ. ആ പെൺകുട്ടിയുടെ കൂടെ നിൽക്കുന്ന ആൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. നിങ്ങൾ അവരുടെ ബെഡ്, അതായത് ഒരു ഷമീന എന്ന് പറയുന്ന മുസ്ലിം ഫാമിലിയാണ്, അവരോട് പോയി പറയുക, അവരുടെ ചേച്ചിയുടെ 3ാമത്തെ കീമോയ്ക്ക് വേണ്ടി വന്നിരിക്കുക, അവരോട് പറയുകയാണ്, നിങ്ങൾ പേവാർഡോ മറ്റു വാർഡോ എടുക്കുകയാണെങ്കിൽ അവരെ നമുക്ക് ബെഡ് കൊടുത്ത് കയറ്റാം. പ്രിയപ്പെട്ടവരെ, അവരൊരു നല്ല മനുഷ്യരാവുന്നു, മാതാവിൻ്റെ ബ്ലെസ്സിങ് ഞങ്ങൾക്കുണ്ടാവുന്നു, അതുകൊണ്ടായിരിക്കണം അവർ മാറി തന്നു. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ പേവാർഡ് എടുത്തോളാം, ബെഡ് ആ കുട്ടിക്ക് കൊടുത്തോളൂ എന്ന്. അവിടെ നിന്നാണ് ചികിത്സ സ്റ്റാർട്ട് ചെയ്യുന്നത്. മാതാവ് ഞങ്ങൾ അനുഗ്രഹിച്ചു. ഫസ്റ്റത്തെ കീമോ ഡോക്ടർ പറഞ്ഞത്, ഫസ്റ്റ് ജനറൽ കീമോ സ്റ്റാർട്ട് ചെയ്യണം, 3 ദിവസം കഴിയും റിസൾട്ട് വരാൻ, ഏത് കാറ്റഗറിയിൽപ്പെട്ട ക്യാൻസർ ആണെന്നുള്ളത് അറിയണം. അപ്പോൾ ഡോക്ടർ 3 ദിവസം വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. റിസൾട്ട് വരുന്നു. അപ്പോൾ പറയുന്നത് AML, അക്യൂട്ട് മൈലോഡ് ലുക്കീമിയ. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു, അസിസ്റ്റൻറ്റ് ഡോക്ടറോട് പറഞ്ഞു, അസിസ്റ്റൻറ്റ് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയിക്കോ, അക്യൂട്ട് മൈലോഡ് ലുക്കീമിയാണെന്ന് പറഞ്ഞു. ആ ഡോക്ടർ പറഞ്ഞ വാക്കാണ് ഏറ്റവും ഹൃദയഭേദകമായിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത്, ഈ അസുഖം വരുന്നത് മാരകമായ ക്യാൻസറാണിത്. ഈ ക്യാൻസർ വന്നാൽ 30-33% പേരെ റിക്കവർ ആവുള്ളൂ. ബാക്കി 40% പേരും ഇൻഫെക്ഷൻ വന്ന് ICUയിൽ വെച്ച് സഡൻ ഡെത്ത് സംഭവിക്കും. ബാക്കിയുള്ള ശതമാനമുള്ള ആൾക്കാർ ഈ അസുഖം ക്യാൻസർ വന്ന് കൊണ്ടുപോകും. അതായത് എപ്പോഴെങ്കിലും ക്യാൻസർ വന്ന് അവരെ കൊണ്ടുപോകും അത്രേ. ഈ 33% എൻ്റെ ഭാര്യ പെടണേ എന്ന് ഓർത്തിട്ടാണ് എൻ്റെ പ്രാർത്ഥന. അന്ന് ഞാൻ ആ ആശുപത്രിയുടെ പുറത്തേക്ക് ഇറങ്ങി. RCCയുടെ ചുറ്റും കുറച്ച് 2-3 ആശുപത്രികളുണ്ട്. അവിടെ മെഡിക്കൽ കോളേജ് ഉണ്ട്, അതിൻ്റെ തീരത്ത് ഒരു വലിയൊരു മരമുണ്ട്, ചാറ്റൽ മഴയുണ്ട്. മഴയിൽ നനഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, മാതാവേ, എനിക്ക് എൻ്റെ വൈഫിനെ തിരിച്ചു തരണേ എന്ന്. എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഇത്രയധികം ഇവളെ സ്നേഹിച്ചിരുന്നു എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം എനിക്ക് അവളില്ലാതെ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. മാതാവിനോടുള്ള പ്രാർത്ഥന ചാറ്റൽ മഴയിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. തിരിച്ചു തരണേ, 33% അവരെ ആക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. പിന്നീട് അവളെയും കൊണ്ട് ട്രീറ്റ്മെൻറ്റൊക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്തു. അവളുടെ പുറത്തുള്ള ചേച്ചി അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചു പോയൊരു കാര്യമുണ്ട്, ദൈവമേ, എൻ്റെ കയ്യിൽ പൈസയില്ല, കാറ് വിറ്റിട്ട് വേണം എനിക്ക് ചെയ്യാൻ. പക്ഷേ അവിടെ ചെന്നപ്പോൾ മാതാവ് അവിടെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഫണ്ട് കാത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പ്രൈം മിനിസ്റ്ററിൻ്റെ ഫണ്ട്, അതും മറ്റ് ഫണ്ടുകളെല്ലാം കൂടി 5 ലക്ഷം രൂപ ആ ആശുപത്രിയുടെ അക്കൗണ്ടിൽ കിടക്കുന്നതാണ് ഇവർക്ക് വേണ്ടി. മരുന്നുകളെല്ലാം കീമോകളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ചേച്ചി വന്നു. അപ്പോൾ അവൾ നിർത്തിയെടുത്തെന്ന് എനിക്ക് തുടങ്ങണമെന്ന് തോന്നി.
അവൾ നിർത്തിയ ഉടമ്പടി ഞാൻ തുടങ്ങാൻ തീരുമാനിച്ച് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ചേച്ചീനെ ബൈസ്റ്റാൻഡറാക്കി നിർത്തിയിട്ട് ഞാൻ പോന്നു നേരെ ഉടമ്പടി എടുക്കാനായിട്ട്. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എൻ്റെ വൈഫിൻ്റെ ഫോട്ടോ RCC കിടക്കുന്നൊരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ എടുത്തിട്ട് അച്ഛനെ ഒന്ന് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ക്യാൻസർ രോഗികൾക്കൊക്കെ കാണാൻ പറ്റുമെന്നുള്ള സാധ്യത പറഞ്ഞപ്പോൾ ഇവിടെ എന്നോട് പറഞ്ഞു ഫോട്ടോ എടുത്തുകൊണ്ട് വന്നൊരു പേപ്പറിൽ കാണിച്ചാൽ മതി, അച്ഛനെ കാണിക്കുമ്പോൾ പ്രാർത്ഥിക്കാം, ഇങ്ങനെ RCCയിൽ ഇങ്ങനത്തെ അവസ്ഥയിൽ കിടക്കുകയാണെന്ന് പറഞ്ഞു. വേഗം ആ ഫോട്ടോ കൊടുത്തു, അച്ഛൻ തൈലം കൊണ്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് നേരെ ഞാൻ ചെല്ലും. അപ്പോൾ എന്നോട് ഇവിടെ നിന്ന് ഒരു ബ്രദർ പറഞ്ഞു ആളെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ആളെ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല, കീമോയാണ്, ക്രൗഡുള്ളിടത്തേക്ക് പോയിക്കൂടാ, ഇൻഫെക്ഷൻ വരും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ബ്രദർ എന്നോട് ചോദിച്ചത് ഡോക്ടറാണ് ഇവിടെ ഇരിക്കണമെങ്കിൽ നിങ്ങളിവിടെ കൊണ്ടുവരില്ലായിരുന്നു. അപ്പോൾ അത് പോകുന്ന വഴിക്ക് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. കാരണം ഡോക്ടറിനേക്കാൾ വലുതാണല്ലോ മാതാവ്, ഡോക്ടറിനേക്കാൾ വലുതാണല്ലോ ദൈവം. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരണമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ അന്ന് പോയി ഞാൻ താമസിക്കുന്ന കോൺവെൻറ്റ്, തിരുവനന്തപുരത്തെ കോൺവെൻറ്റിൽ, ഇവിടെ ആശുപത്രിയിലും ഞാൻ കോൺവെൻറ്റിലുമാണ് താമസിക്കുന്നത്. ഞാൻ കോൺവെൻറ്റിൽ ചെന്നപ്പോൾ എൻ്റെ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ അതിനകത്ത് കിട്ടിയത് ജൈറസിൻ്റെ മകളെ സുഖപ്പെടുത്തുന്ന ഒരു അധ്യായമാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് 12 വർഷം സ്രാവക്കാരിയായ സ്ത്രീ ക്രിസ്തുവിൻ്റെ ഉടുപ്പിൽ തൊട്ടപ്പോഴത്തേക്കും സുഖം പ്രാപിച്ചതാണ്. വിശ്വാസത്തിനാണ് അത്ഭുതമുള്ളത് എന്ന് മനസ്സിലായി. തൊട്ടപ്പുറത്ത് തന്നെ ജൈറസിൻ്റെ മകളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ട ആവശ്യം വന്ന അത്ഭുതം സംഭവിക്കുന്ന സമയത്തും ആ ക്രിസ്തു പറയുന്നുണ്ട് ഭയപ്പെടേണ്ട, നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന്. വേഗം അവിടെ നിന്ന് അവളെയും കൊണ്ട് ഞാൻ അവൾ RCCയുടെ ഫസ്റ്റ് ഡിസ്ചാർജ് നടക്കുന്ന സമയത്ത് 1000 കൗണ്ടായി. അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഇവിടെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരണം. ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ഞാൻ ഇവളെ ഇങ്ങോട്ട് ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ ആശ്രമത്തിൽ ഈ കൃപാസനത്തിലേക്ക് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തു. അവളോട് ചോദിച്ചപ്പോൾ അവൾ റെഡിയാണെന്ന് പറഞ്ഞു. അങ്ങനെ വെളുപ്പിന് 4:30 മണിക്ക് അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് ഈ പിക്ക് ലൈൻ പോലും കളയാതെ ഇവിടെ വന്ന് നിന്നു. ഒരുപക്ഷെ അവിടെ നിന്ന് എടുത്തുകൊണ്ടായിരിക്കണം മാതാവ് പരവതാനി വിരിച്ച പോലെ സ്വീകരിച്ചു. അവിടെ നിന്ന് ഒരു ബ്രദർ ആൾക്കാരെയൊക്കെ മാറ്റി ഇതിൻ്റെ ഇടയിൽ കൂടി കൊണ്ടുവന്ന് ഈ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തി. ഏറ്റവും ആദ്യം അച്ഛൻ അവൾക്ക് ഒരു ക്രാശ് രൂപവും ഒരു പ്രാർത്ഥനയും തലയെ കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു. നേരെ അവിടെ നിന്ന് ഇവിടുന്ന് പോകുമ്പോൾ വലിയൊരു സന്തോഷത്തിലായി. ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ വണ്ടിയിലിരുന്നൊക്കെ കൃപാസന പ്രാർത്ഥനകളും സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ധ്യാനങ്ങളും കേട്ടുകൊണ്ടിരുന്നു. അതിൽ നിന്ന് കൂടുതൽ ഉത്തേജനം കിട്ടിക്കൊണ്ടിരുന്നു. ശേഷം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ താമസിക്കുന്ന കോൺവെൻറ്റിൽ ഫുഡോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവൾക്ക് ഫുഡ് കഴിക്കാനായിട്ട് രാത്രിയിൽ ഡിസ്ചാർജ് നടന്നതുകൊണ്ട് ഫുഡ് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ മരുന്ന് കഴിക്കാൻ ഫുഡ് വേണം. അതിനെന്താ ചെയ്യാമെന്ന് പറഞ്ഞു ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചിരിക്കുകയും ഞാനൊരു ദിവസം ഞാൻ താമസിക്കുന്ന കോൺവെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ട്. കടയോട് കൂടി അവരുടെ വീടും നിൽക്കുന്നത്. അവിടുത്തെ ചേട്ടനെ പോയി കണ്ടിട്ട് ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് ഏതെങ്കിലും വീട്ടിൽ ചെന്ന് ഒരു നേരത്തെ കഞ്ഞി ചോദിച്ചാൽ ഇവർക്ക് കിട്ടാതിരിക്കില്ലെന്നറിയാം. അതുകൊണ്ട് ആ രാത്രിയിലെ കാര്യം നടത്താൻ വേണ്ടി ചെന്ന് ചോദിച്ചതാണ്. ആ ചേച്ചി വേഗം തന്നെ 1 മണിക്കൂർ സമയം തരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ 1 മണിക്കൂർ സമയം കൊടുത്തു. നേരെ ഞാൻ ആ സമയത്ത് മാതാവിനോട് ഇനി മുതൽ എങ്ങനെ ഇവൾക്ക് ഫുഡ് കൊടുക്കും, കാരണം ഫുഡുള്ള കോൺവെൻറ്റുകളോ ഫുഡുള്ള സ്ഥലങ്ങളോ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചു. കൃപാസന പ്രാർത്ഥന ചൊല്ലി മറ്റേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഞങ്ങൾ വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ഇത്തയുടെ അടുത്തേക്ക് ചെന്നു. അവരുടെ പേര് സുജന എന്നാണ്. അവരുടെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്ക് അവർ ഞങ്ങളോട് പറയാണ് നിങ്ങൾക്ക് വിശ്വാസമാണെങ്കിൽ ഞങ്ങൾ തരട്ടെ ഫുഡെന്ന്. ഞാൻ അതുവരെയും ഇതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 8 മാസം RCC താമസിച്ച 8 മാസവും ഞങ്ങൾക്ക് ഫുഡ് തന്നത് ആ ഫാമിലിയാണ്. അവിടെ നിന്ന് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ടു. ഡോക്ടർ ഞങ്ങളോട് 4-ാമത്തെ കീമോതെറാപ്പി വെൻറ്റിലേറ്ററിലായി, സീരിയസ് ആയി എന്ന് പറഞ്ഞു. സീരിയസ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും 48 മണിക്കൂർ കഴിഞ്ഞാലേ ഡോക്ടറിന് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അവളുടെ ചേച്ചി വീണ്ടും ഉടനെ വന്നു. വീണ്ടും ഞാൻ ഉടമ്പടി വന്ന് ഇവിടെ ഒന്ന് പുതുക്കി ഉടമ്പടി തൈലമായിട്ട് ICUയിൽ വെച്ച് അവളെ ഞാൻ വീണ്ടും തൈലം പൂശി അവിടുത്തെ നേഴ്സിൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇതൊന്ന് അവളുടെ കാലയിലും മേത്തൊക്കെ ഒന്ന് പുരട്ടാവോ സിസ്റ്റർ എന്ന് പറഞ്ഞു. ആ സിസ്റ്റർ അത് പുരട്ടി. അവൾ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ റിക്കവറായി. അതിൽ നിന്ന് തിരിച്ചു വന്ന് അവിടുത്തെ സിസ്റ്റർ പറയുന്നത് മിറാക്കിൾ ബേബി എന്നാണ് ഇവളെ, കാരണം അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടെ വെച്ച് തന്നെ രോഗിലേപനവും കുമ്പസാരവും അവിടെ വെച്ച് തന്നെ നടത്തി. ഇതെല്ലാം നടത്തി കഴിഞ്ഞിട്ട് ഡോക്ടർ അവസാനം പറഞ്ഞു നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞു.
ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് അഥവാ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലേട്ടാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മളോട് റെഫറൻസ് പറയുന്നത് ഡോക്ടർ. എനിക്ക് ഒരേ ഒരു ചേച്ചി ഉള്ളത് കൊണ്ട് ചേച്ചിയുടെ HLA മാച്ചിങ് ആണോ എന്നുള്ള ടെസ്റ്റാണ്. അതിനു വേണ്ടി കൊടുത്തു. ഏകദേശം 15 ദിവസത്തിന് ശേഷമാണ് റിസൾട്ട് വരുന്നത്. ഞങ്ങൾ തമ്മിൽ വലിയ മാച്ചൊന്നുമില്ല, അതായത് ഹാഫ് മാച്ച് പോലുമില്ല, ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഭയങ്കര സങ്കടത്തിലായി, ഇനി എന്നാ ചെയ്യുന്നുള്ളതായി. നെക്സ്റ്റ് ഓപ്ഷൻ പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പോൾ മകനാണ്. മകൻ്റെ HLA ടൈപ്പിംഗ് ചെയ്തു. സാധാരണഗതിയിൽ പേരൻസിൻ്റെ തന്നെ ഒരു ജീനും ക്രോമസോംസും എല്ലാം ഉള്ളത് കൊണ്ട് കുഞ്ഞുങ്ങളുടെ ഹാഫ് മാച്ച് ആകും എന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. അതിനാൽ തന്നെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമ്മൾ റാഷോൻ്റെ HLA ടൈപ്പിംഗ് ചെയ്തു. അന്നത്തെ ദിവസം റിസൾട്ട് വന്നു. കരഞ്ഞു ഞങ്ങൾ, കാരണം മാതാവ് അനുഗ്രഹിച്ചു, ഹാഫ് മാച്ചാണ്. എന്താണെന്ന് വെച്ചാൽ തുള്ളിച്ചാടുന്ന കേസും കരയുന്ന കേസും പറയുമ്പോൾ എൻ്റെ അസുഖം അഗ്രസീവാണ്. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ക്യാൻസർ സെൽസ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തി നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിന് കയറണം. കാരണം അസുഖം പുറകെ ഉണ്ട്. പ്രീ ടെസ്റ്റുകൾ ഇഷ്ടം പോലെയുണ്ട്. CMCയിലാണ് ഞങ്ങൾ, CMC ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിലാണ് ട്രാൻസ്പ്ലാന്റിന് വേണ്ടി റെഫർ ആയത്. 3 ആഴ്ചയോളം നീളുന്ന പ്രീ ടെസ്റ്റുകൾ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നമുക്ക് ക്ലിയറൻസ് കിട്ടണം. സമയം പോവുകയാണ്, ടെൻഷനുണ്ട്. ഇതിൻ്റെ ഇടയിൽ RCCയിലെ കുറേ എൻ്റെ ഫ്രണ്ട്സ് പോയി. ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിലേക്ക് കയറിയവർ പോയി. യൂണിറ്റിൽ വെച്ച് പോയി. ഞാൻ അറിയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് അനൂപ് കർത്താവിന് മുന്നേ യോഹന്നാൻ പോയതുപോലെ അവനാണ് എന്നെ വഴി നയിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ RCCയിലെ 4ാമത്തെ കീമോയുടെ സമയത്ത് ICUലായെന്ന് പറഞ്ഞു. അവിടെ വെച്ചാണ് ഞാൻ അനൂപിനെ പരിചയപ്പെടുന്നത്. ആ അനൂപ് വഴിയാണ് ഞാൻ ട്രാൻസ്പ്ലാന്റിന് കയറുന്നതും. ട്രാൻസ്പ്ലാന്റിന് കയറുന്നു. ഹൈഡോസ് കീമോ ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്. വളരെ ബുദ്ധിമുട്ടുകളാണ്. ഒരു 10ാം ദിവസം ആയപ്പോഴേക്കും വളരെ മോശമായി. കൗണ്ട് 100 ആണ്, 100 കൗണ്ട് ഇരിക്കുന്നത്. പതിയെ കയറണം. അതായത് ഗ്രാഫ്റ്റ്, റാഷോണിൻ്റെ സെല്ലുകൾ എൻ്റെ ബോഡി അക്സെപ്റ്റ് ചെയ്യണം, സ്വീകരിക്കണം. തമ്പുരാൻ്റെ കയ്യിലുള്ള കാര്യമാണ്. മാതാവിനെ വിട്ടുകൊടുത്തേക്കാണ് എല്ലാതും. പുറത്ത് നിന്ന് ജപമാല, കസിൻസ് എല്ലാം അഖണ്ഡ ജപമാല ചൊല്ലാണ് എനിക്ക് വേണ്ടിയിട്ട്. കൃപാസന മാതാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം 100-ലായിരിക്കുന്ന കൗണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു, ഇനി നമ്മുടെ കയ്യിലൊന്നുമില്ല, പ്രാർത്ഥിക്കുക. കാരണം എൻ്റെ മുഖത്തെ സൈനസിൽ നിന്നും ബ്രെയിനിലേക്ക് ഫംഗസ് കയറാൻ പോവുകയാണ്. കൗണ്ട് 100-ൽ നിന്നും കയറാണ്ട് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു. പ്രാർത്ഥനയായി. കുടുംബം മൊത്തം 91-ാം സങ്കീർത്തനം മുട്ടുമേ നിന്ന് റാഷോണടക്കം 91 പ്രാവശ്യമാണ് ചൊല്ലിയത്. 5 മണിക്കൂറിന് ശേഷം ഡോക്ടേഴ്സ് വന്നു. കൺഗ്രാജുലേഷൻസ് ജിൻസ എന്ന് പറഞ്ഞു. കൗണ്ട് കൂടി. പ്രൈസ് ദി ലോർഡ്. കൗണ്ട് കൂടി 100-ൽ നിന്നും 400 ആയിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല. പ്രാർത്ഥിച്ച് മാത്രം കൗണ്ട് കൂടിയിട്ടുള്ളതാണ്. അവിടുത്തെ ഡോക്ടേഴ്സ് അടക്കം പറഞ്ഞു വലിയ അനുഗ്രഹമാണെന്നുള്ളത്. തുടർന്ന് ഒരു 1.5 മാസത്തോളം ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞ് ഞാൻ ഡിസ്ചാർജായി. ഇതിൻ്റെ ഇടയിൽ പല ഇൻഫെക്ഷൻസും വരുന്നുണ്ട്. 3 മാസത്തോളം 4 പ്രാവശ്യമായി ഞാൻ ഹോസ്പിറ്റലൈസ്ഡായി. പക്ഷേ മാതാവമ്മ പൊന്നുപോലെ എന്നെ കാപ്പയാൻ കീഴിൽ പൊതിഞ്ഞ് സംരക്ഷിച്ചു. പല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് വന്നപ്പോൾ നമ്മൾ വിശ്വാസം കൈവിടുന്നില്ല. കാരണം ചില സമയത്ത് പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ തകർന്നു പോവും. പക്ഷേ ഈ സഹനങ്ങൾ 35 വയസ്സ് വരെ ഞാൻ ജീവിച്ച ജീവിതത്തിന് വേണ്ടിയിട്ടുള്ളതല്ല എന്നെനിക്ക് തിരിച്ചറിവായി. 1.5 വർഷം കൊണ്ട് ഞാൻ റിഫൈനായി, എൻ്റെ കുടുംബം റിഫൈനായി. തമ്പുരാന് നന്ദി മാത്രമേ ഉള്ളൂ. മാതാവമ്മയോട് അകമഴിഞ്ഞ നന്ദി മാത്രമേ ഉള്ളൂ. പിന്നീട് ഞങ്ങൾക്ക് നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞു, ഇനി പോയിക്കോളൂ, ഓൾ ഗുഡാണ്, ഓക്കെയാണ്, ക്യാൻസർ സെൽസ് ഒന്നുമില്ല, നാട്ടിലേക്ക് പോകാം. തമ്പുരാനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മളിരിക്കുന്നത്. പക്ഷേ ക്രൗഡിലേക്ക് പോകരുത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഫ്രണ്ടിലുള്ള ക്രൗഡല്ലേ എന്ന്. ഇത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. കാരണം മാതാവമ്മയുടെ അടുത്ത് വന്നിട്ടുള്ളതാണ് ഞങ്ങൾ നന്ദി പറയാനായിട്ട്. മാതാവമ്മ ഞങ്ങളെ പൊന്നു പോലെ നോക്കും, ഉറപ്പാണ്. അതനുസരിച്ച് വീട്ടിലേക്ക് എനിക്ക് പോകാൻ പറ്റത്തില്ല. നാട്ടുകാർ വരും, വീട്ടുകാർ വരും. അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം നമ്മൾ മാറിയിരിക്കുകയാണല്ലോ. അതുപ്രകാരം വീട് നോക്കി, ഒരു തരത്തിലും നടക്കുന്നില്ല. പല വീടുകളും ഇഷ്ടപ്പെട്ടു, എഗ്രിമെൻറ്റിന് കൊടുത്തു.
അപ്പോഴും അതെല്ലാം കൈമാറിപ്പോവുകയാണ്. ലാസ്റ്റ് എന്നെ പഠിപ്പിച്ചൊരു സിസ്റ്റർ, ST സിസ്റ്ററാണ്, സിസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റിറ്റ്യൂഡ്. അവിടുത്തെ മദർ ഹൗസിൽ ചുറ്റും മരങ്ങളുള്ള, നടക്കാൻ സൗകര്യമുള്ള, തണലുള്ള, തണുപ്പുള്ള ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് താമസം മാറ്റാൻ പറ്റി. പൈസയൊന്നുമില്ല, ആസ് ഓഫ് നോ പൈസയൊന്നുമില്ല, സമാധാനത്തോടു കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. ഇതേ കേസ് തന്നെ RCCയിലായിരുന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് താമസിക്കാൻ അവിടെ ഒരു സൗകര്യം ഇല്ലാതിരുന്നൊരു സമയത്ത്, രണ്ടാമത്തെ കീമോ കഴിഞ്ഞ സമയത്ത് വളരെ ബുദ്ധിമുട്ടുകൾ, കോൺവെൻറ്റ് റൂമിൽ അടച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രസ്ട്രേഷനുണ്ട്. ഹോസ്പിറ്റൽ അതേ എൻവയോൺമെൻറ്റ് നമുക്ക് തോന്നും. ആ സമയത്തും ഞങ്ങൾ വീട് നോക്കിയപ്പോൾ എൻ്റെ ബ്രദർ ഇൻ ലോയുടെ ഫ്രണ്ട്, അദ്ദേഹവും നമ്മുടെ കിംസ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് മരങ്ങളുള്ള, തണലുള്ള ഒരു വീട് എഗ്രിമെൻറ്റോ പൈസയൊന്നും കൊടുക്കാണ്ട് വളരെ സോഫ്റ്റ് ആൻഡ് ജെൻറ്റിലായിട്ട് നമുക്ക് കൈമാറിയതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കേ, നാളെ ഇതുവരെ കിട്ടിയ ഞങ്ങളുടെ അനുഗ്രഹത്തിന് ഇനിയും ഞങ്ങൾക്ക് പറയാനുണ്ട്, ഒരുപാട് പറയാനുണ്ട്. പോരാത്തതിന് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു പോയിന്റ് വിട്ടുപോയത് ഫണ്ടായിരുന്നു. CMCയിലെ പൈസ എന്ന് പറയുന്നത് ജസ്റ്റ് ട്രാൻസ്പ്ലാന്റിന് വേണ്ടി മാത്രം നമ്മൾ ഫിക്സ്ഡ് കൊടുക്കേണ്ടത് 25 ലക്ഷം രൂപയാണ്. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല. 50 ലക്ഷം രൂപ പിരിക്കണം. അതിനായിട്ട് ടെൻഷനോടുകൂടെ CMCയിലെ ഫസ്റ്റ് വിസിറ്റ് കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോൾ ആ സമയം എനിക്ക് ബ്രസ്റ്റിലൊരു പെയിൻ വന്നു. കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ കാര്യങ്ങൾ മാറുകയാണ്. വേഗം തന്നെ ഹസ്ബൻഡിനോട് ഡിസ്കസ് ചെയ്ത് എഗെയിൻ ആസ്റ്ററിലേക്ക് പോയി മെഡിക്കൽ ഓങ്കോളജിനെ കണ്ടു. അവിടെ എന്തോ ഉണ്ട്, ചെറുതാണ്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചപ്പം മാതാവ് നമ്മളോട് പറഞ്ഞേക്കുന്നതാണ്. ഡോക്ടർ പറഞ്ഞു ട്രാൻസ്പ്ലാന്റ് ആദ്യം നടക്കട്ടെ, കാരണം ജീവനാണ് ആദ്യം മുഖ്യം. അതിനുശേഷമാണ് ഈ ബ്രസ്റ്റിലുള്ള കുഞ്ഞ്, വളരെ മില്ലിമീറ്റേഴ്സ് മാത്രം സൈസുള്ള ബിനൈനായിട്ടുള്ള, പ്രശ്നക്കാരനല്ലാത്തതോ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല, ആ സംഭവം നോക്കാം, 6 മാസത്തിന് ശേഷം നോക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അത് വിട്ടേക്കാൻ പറഞ്ഞു. ആ റിപ്പോർട്ടായിട്ട് ഞാൻ ആസ്റ്റർ മെഡ്സിറ്റിയിൽ ഡോക്ടറിൻ്റെ ഫ്രണ്ടിലിരിക്കുമ്പോൾ ഇനിയിപ്പോൾ എന്ത് നോക്കാനാണ്, കാരണം ജീവിതം കൈവിട്ട് പോവുകയാണ്. ഒന്നിന്മേൽ ഒന്നായിട്ട് കയറി വരികയാണ്. ഞാൻ ആ റിപ്പോർട്ട് വെച്ചിട്ട് വാട്സാപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടു, എൻ്റെ ഫോട്ടോ അടക്കമുള്ളത്. ഐ നീഡ് സം ഹെൽപ്പ്, അസിസ്റ്റൻസ് വേണം, ഫൈനാൻഷ്യലി ഭയങ്കര ക്രൈസിസിലാണെന്നുള്ളത്. നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞു. ഭാഗ്യമെന്ന് പറയട്ടെ, കൃപാസന മാതാവ് ഞങ്ങൾക്ക് വേണ്ടി എൻ്റെ കസിൻ ബ്രദറായ ജെയിംസിന് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ജെയിംസ് വഴി വളരെ എളുപ്പം തന്നെ കമ്മിറ്റി രൂപീകരിച്ചു. നാനാജാതി മതസ്ഥർ, ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ എല്ലാവരും ഉണ്ട്, MLA അടക്കം. വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്തു. എനിക്ക് 50 ലക്ഷം റീച്ച് ചെയ്തത് വെറും 2 ദിവസം കൊണ്ടാണ്. 2 ദിവസം കൊണ്ട് എൻ്റെ അക്കൗണ്ട് ഫ്രീസായി. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എൻ്റെ ലൈഫിൽ. എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോഴും ഫണ്ട് റൈസിങ് നിൽക്കുന്നുണ്ട്. 20 ലക്ഷം പോലും അവർക്ക് ഒത്തിട്ടില്ല. ആ പൈസയും കൊണ്ടാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റിന് പോകുന്നത്. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു, തിരിച്ചു വന്നു, നാട്ടിലെത്തി. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നാട്ടിലെത്തി സമാധാനത്തോടുകൂടെ ആ ഒരു മദർ ഹൗസിൽ അടുത്ത് തന്നെ പള്ളിയുണ്ട്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. പള്ളിയുണ്ട്, വിശുദ്ധ കുർബാനയ്ക്ക് പോവും, തിരിച്ചു വരും. ആ വിശുദ്ധ കുർബാനയിൽ ഉൾപ്പെട്ടപ്പോൾ ഞാൻ ദിവ്യകാരുണ്യം സ്വീകരിച്ച് തിരിച്ചു വന്ന സമയം മുല്ലപ്പൂ മണം 5 സെക്കൻഡ് അല്ല, 1 മിനിറ്റാണ്. വളരെ മാതാവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്ത സമയമാണ്. മാതാവ് എൻ്റെ ഒപ്പമുണ്ടെന്നുള്ളത്. കാരണം ആ സമയത്ത് 15 വർഷം മുന്നേ വന്ന എൻ്റെ ചിക്കൻ ബോക്സ് ഇമ്മ്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ട് തിരിച്ചു വന്നേക്കാണ്. നിങ്ങൾക്ക് കാണാം, ഇതിപ്പോൾ എല്ലാം സെറ്റിലായിട്ടുള്ളതാണ്. കംപ്ലീറ്റ് വ്രണം പോലെയായിരുന്നു. ആസ്റ്ററിൽ പോയി 1.5 മാസം ആസ്റ്റർ ഹോസ്പിറ്റലിൽ കംപ്ലീറ്റ് 7 ദിവസത്തിൽ 4 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. ആ സമയത്താണ് എനിക്ക് മാതാവിൻ്റെ പ്രസൻസ് മുല്ലപ്പൂ മണമായിട്ട് കിട്ടിയത്. ഈ ഹെർപ്പസ് സോസ്റ്റർ എന്ന് പറയുന്ന ഈ ഇൻഫെക്ഷൻ ഇമ്മ്യൂണിറ്റി ഇല്ലാത്തവർക്ക് നെർവും കൂടെ ഇൻവോൾവ് ചെയ്യും. നെർവ് ഇൻവോൾവ് ചെയ്യുന്ന സാധാരണഗതിയിലുള്ള പെയിൻ അല്ല. C6 ആണ് എനിക്ക് ഇൻവോൾവ് ചെയ്തത്. അത് പ്രകാരം വലതു ഭാഗത്തെ നെക്ക്, ഷോൾഡർ, ചെസ്റ്റ്, കയ്യ് ഇത്രയും ഭാഗം അഫക്റ്റ് ചെയ്യും. മരണവേദനയാണ്. 1.5 മിനിറ്റേ ഉള്ളൂ. പക്ഷേ ഇതുവരെ സഹിച്ച എനിക്ക്, കീമോയും റേഡിയേഷനും എല്ലാം സഹിച്ച എനിക്ക് ആ വേദന താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പ്രസവ വേദനയേക്കാൾ വലിയ വേദന.
ഒരു ദിവസം 2 പ്രാവശ്യം മുതൽ 5 പ്രാവശ്യം വരെ വേദന വരും. രാത്രിയെന്നോ പകലെന്നോ ഇല്ല. ഈ സമയത്തെല്ലാം നമ്മൾ മാതാവിനെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രീതിയിലും വിശ്വാസം കൈവിടില്ല എന്നുള്ള അസാധ്യമായ വിശ്വാസത്തിൽ തന്നെ സാത്താൻ പല രീതികളെടുക്കും. ജോബിനെ പരീക്ഷിച്ച പോലെ പല രീതികളും വരും എന്നുള്ള എനിക്ക് ഉറപ്പാണ്. നമ്മൾ വിശ്വാസം കൈവിട്ടില്ല. അങ്ങനെ ഒരു ദിവസം വെളുപ്പിന് 2:30 മണിക്ക് പെയിനാണ്. അവിടെ ആർത്തലച്ച് കരയാണ്. കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും എന്താണെന്നുള്ളത്. എനിക്ക് വേണ്ടി അവർ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. 2:30 മണിക്ക് വന്ന വേദനയ്ക്ക് സിജോ ഓടി വന്നു. സിജോനെ കണ്ടു നിൽക്കാനേ പറ്റത്തുള്ളൂ. ആ 1.5 മിനിറ്റ് ഹൃദയവേദനയോടെ നിൽക്കണം. ആ സമയത്ത് ഞാൻ RCCന്ന് വിശ്വാസം മൂലം ആദ്യ കീമോ കഴിഞ്ഞ് വന്ന ഈ കാശ് രൂപം സിജോ പേഴ്സിൽ നിന്നെടുത്തു, എൻ്റെ കയ്യിലോട്ട് വെച്ചു. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഓൾ ഓഫ് എ സഡൻ ആ പെയിൻ നിന്നു. പെയിനില്ല, ഒട്ടും പെയിനില്ല. അഗെയിൻ 2 hours ലേറ്റർ എനിക്ക് വീണ്ടും പെയിൻ വന്നു. അതേ പ്രവൃത്തി, ഇതേ കാശ് രൂപം വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി കയ്യിൽ വെച്ചു. നാളിതുവരെ തമ്പുരാനെ നന്ദി, നാളിതുവരെ എനിക്ക് ആ പെയിൻ വന്നിട്ടില്ല. ഡോക്ടർ 6 മാസം വരെ ഉണ്ടാകും എന്ന് പറഞ്ഞ നർവ് പെയിൻ മാതാവ് വിടുതലാക്കി. ഈശോയെ നന്ദി, മാതാവെ ഒരുപാട് നന്ദി. നിങ്ങൾക്കറിയാമോ, ഈ ക്രൗഡും കാര്യങ്ങളൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ്. എൻ്റെ റീസെൻ്റ്ലി കഴിഞ്ഞ ആഴ്ചയായിരുന്നു എൻ്റെ ബോൺ മാരോ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊരു പ്രോട്ടോക്കോളാണ്. ക്യാൻസർ സെൽസ് എൻ്റെ ബോൺ മാരോയിലില്ല. എൻ്റെ മകൻ്റെ സെല്ലുകളും ബ്ലഡുമാണ് എൻ്റെ ശരീരത്തിലുള്ളത്. ഓർത്ത് നോക്കുക, ദൈവകൃപയാൽ എന്ന് പറയുന്ന ഈ പേര് അക്ഷരം പ്രതി ഞങ്ങളുടെ ലൈഫിൽ മാതാവമ്മ കൊണ്ടു തന്ന വലിയ അനുഗ്രഹമാണ്. നാളിതുവരെ തന്ന സങ്കടങ്ങൾക്കും സന്തോഷങ്ങൾക്കും എല്ലാത്തിനും കൃപാസന മാതാവെ ഒരുപാട് നന്ദി. ഈശോപ്പച്ച ഒരുപാട് നന്ദി. ഞങ്ങൾ ഈവൻ വയ്യാത്ത സമയത്തായിരുന്നിട്ടും കൂടെ ഞാൻ പത്രം കൊണ്ടേ കൊടുക്കുമായിരുന്നു. ഞാൻ അത്രയും നാളിതുവരെ 2 പ്രാവശ്യം, 1 പ്രാവശ്യം പുതുക്കിയ സമയത്ത് പോലും ഇത്ര തീക്ഷ്ണത ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ക്യാൻസർ ജേർണി കഴിഞ്ഞ് വന്നപ്പോൾ പത്രം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഹരമാണ്. അവിടെ കുത്തിയിരുന്ന് കഥ പറഞ്ഞ് ഈ ഫുൾ സ്റ്റോറി പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. സമയമെടുക്കും, കാരണം എനിക്ക് വയ്യ, അത്ര സുഖമല്ല, ഹെൽത്ത് ഇനിയും സ്ട്രോങ് ആവാനുണ്ട്. നിങ്ങൾ നോക്കി, മുടിയൊക്കെ വളർന്നു, എന്നെ കണ്ടാൽ പറയത്തില്ല ബ്ലഡ് ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു എന്നുള്ളത്. ഞാൻ 2-3 ഫോട്ടോസും കൂടെ കാണിക്കുകയാണ്. ഇതായിരുന്നു ഞാൻ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ സമയത്ത്. ഹെവി ഇൻഫെക്ഷനാണ് ഈ സമയത്ത്. കൗണ്ട് കുറഞ്ഞിരുന്ന സമയമാണ് ഈ ഫോട്ടോ. അതിനുശേഷം റേഡിയേഷൻ എല്ലാം കഴിഞ്ഞ് മോശമായി തുടങ്ങി. മുടിയൊന്നും വേണമെന്ന് ആ സമയത്തും ഇല്ല. ജീവനും കൊണ്ട് ഓടിയാൽ മതി എന്നുള്ളതാണ്. ഫൈനലി ഞാൻ ഇങ്ങനെയാണ്. മാതാവിൻ്റെ വലിയ അനുഗ്രഹത്തിന്, എന്നെ പൊന്നുപോലെ എൻ്റെ കുടുംബത്തിന് കൊടുത്തതിന്, നാളിതുവരെ പരിപാലിച്ചതിന്, ഈ സാക്ഷ്യം മറ്റുള്ളവർക്ക് പ്രചോദനമാകട്ടെ തമ്പുരാനെ എന്നാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. എല്ലാത്തിനും ഒരുപാട് നന്ദി മാതാവമ്മേ. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ ഡോക്ടർ അവിടെ ചെന്നപ്പോൾ പറഞ്ഞത് 7 ദിവസമുള്ളൂ എന്ന് പറഞ്ഞ ആളാണ്. 1.5 വർഷത്തിന് ശേഷം മാതാവിനോട് നന്ദി പറയാൻ വന്നിരിക്കുകയാണ് ഇവിടെ. ഈശോപ്പച്ചനും മാതാവമ്മക്കും എല്ലാത്തിനും നന്ദി. എൻ്റെ അമ്മയെ തന്നെ നന്ദി. സങ്കീർത്തനങ്ങൾ 118, 5, 6 തിരുവചനങ്ങൾ. ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? എന്നെ സഹായിക്കുവാൻ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. ജിൻസ ജോർജ് എന്ന ഈ സഹോദരിക്ക് വന്ന ക്യാൻസറിൻ്റെ തീവ്രമായ രോഗപീഠകളിൽ പരിശുദ്ധമ്മയും ഈശോയും നൽകിയ സവിശേഷമായ സംരക്ഷണവും സൗഖ്യത്തെയും ഈ കുടുംബം സന്തോഷത്തോടെ നന്ദിയോടെ അമ്മയുടെ സന്നിധിയിൽ സാക്ഷ്യമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ ഏറ്റവും ക്ലേശകരമായ കാലങ്ങളിലൂടെ കടന്നുപോയപ്പോൾ, സാമ്പത്തിക ഞെരുക്കം അനുഭവിച്ചപ്പോൾ,
രോഗം പോലും കൈവിട്ടുപോയി എന്ന് ഡോക്ടർമാർ പറഞ്ഞ അവസരങ്ങളിലൊക്കെയും അമ്മ മാതാവിൽ അല്പം പോലും ചഞ്ചലപ്പെടാതെ വിശ്വസിക്കുകയും ഈശോപ്പനും അമ്മ മാതാവും പൂർണ്ണ സൗഖ്യത്തിലേക്ക് നയിക്കുമെന്ന് പ്രത്യാശ വയ്ക്കുകയും ചെയ്തത് ഇന്ന് നല്ല ആരോഗ്യത്തിലേക്ക് സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പറ്റുന്ന വിധത്തിൽ ഈ കുടുംബത്തിന് അനുഗ്രഹമായി തീർന്നതാണ് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുക. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അവിടുത്തെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കുമ്പോൾ അവിടുന്ന് ഏത് വലിയ പ്രശ്നത്തിൽ നിന്നും ഏത് ഗുരുതര രോഗത്തിൽ നിന്നും നമ്മളെ സൗഖ്യപ്പെടുത്തി ആശ്വസിപ്പിച്ച് അവിടുത്തെ സംരക്ഷണയിൽ വഴി നടത്തുന്നു. ഈ കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മ മാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം കരങ്ങളടിച്ച് സമർപ്പിക്കാം.